എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ സച്ചിയാണെങ്കിൽ കുടിച്ച് ലെക്ക് കെട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ആ വീട്ടിൽ വന്ന് കയറുകയാണ്. സച്ചിയെ കണ്ട പാടെ തന്നെ ചന്ദ്രമതി പറയാൻ തുടങ്ങി, വരുന്നുണ്ട്, എത്രയൊക്കെ വന്നാലും ഇവ നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു പെണ്ണ് കെട്ടിയപ്പോഴെങ്കിലും നന്നാവേണ്ടതായിരുന്നു. എന്നിട്ടോ ഈ നിൽക്കുന്ന അവൾ കാരണമാണ് ഇപ്പം ഇവൻ ഇങ്ങനെയും കൂടെ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തി ചന്ദ്ര ഇങ്ങനെ സംസാരിക്കുമ്പം ശ്രുതിയും കൂടെ സ്വകാര്യം പറയുകയാണ്. അല്ല, ഇവരിങ്ങനെ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ഇയാളിത് എന്തൊരു മനുഷ്യനാണ്, ദേ കുടിച്ച് ലെക്ക് കെട്ട്. എൻ്റെ ശ്രുതി, നീയൊന്നും ഇങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറയുമ്പോൾ, ഞാനൊരു ജെന്റിൽമാനാണ്, പക്ഷെ ഇവൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല, ഇവൻ വെറും തറയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സച്ചി ഒരുവിധം വീട്ടിലെത്തി. അങ്ങനെ സച്ചിയാണെങ്കിലോ അവിടെ വന്ന് നിൽക്കുമ്പം, അല്ല ഇതെന്താണ് എല്ലാവരും കൂടെ എന്നെ നോക്കുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. അപ്പം രേവതി ആണെങ്കിലോ സച്ചിയെ പതിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ട്. സച്ചി ആണെങ്കിൽ രേവതിയുടെ അടുത്ത് സംസാരിക്കാനോ അവളെ ഒന്ന് തൊടാൻ പോലും അവൻ അനുവദിക്കുന്നേയില്ല. അങ്ങനെ സച്ചി നല്ല ദേഷ്യത്തിൽ നിൽക്കുമ്പോഴത്തേക്കിനും, എടാ നിനക്ക് അല്പമെങ്കിലും മര്യാദയുണ്ടോ? ഇവിടെ കല്യാണം കഴിഞ്ഞ് പുതിയൊരു പെങ്കൊച്ച് വന്നിരിക്കുന്നത് നിനക്കറിയാവോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക. ഈ സമയത്താണെങ്കിലോ സച്ചി പറഞ്ഞു, അതേ ഇവളുടെ രീതിയിലും ഇവളുടെ പഴയ ചരിത്രങ്ങളും ഒന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് മിണ്ടാനായിട്ട് മറ്റൊന്നും തന്നെ കാണില്ല എന്നും പറഞ്ഞു. സച്ചി നമ്മുടെ ശ്രുതിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ സത്യം പറയാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് അവന് നല്ല രീതിയിൽ അങ്ങ് എക്കിളെടുത്തു. അപ്പോഴാണ് സച്ചി അവിടെ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ ചന്ദ്രമതി പ്രത്യേകം കുങ്കുമപ്പൂവും ബദാമും ഒക്കെ കലക്കി ശ്രുതിക്ക് വേണ്ടി വെച്ചിരുന്ന ആ ഒരു മിൽക്ക് അത് സച്ചി കാണുകയും സച്ചി അതെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തു. എടാ മഹാഭാബി, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, നീ എടുത്ത് കുടിച്ചത് എന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിലോ നമ്മുടെ സച്ചിയെ പിടിച്ചു ഒരു തള്ളലും. അങ്ങനെ സച്ചി വീഴാൻ പോകുമ്പം, അമ്മ എന്താ അമ്മ ഇത് എന്നും ചോദിച്ച് രേവതി അങ്ങോട്ട് വരികയാണ്. രേവതി വന്നിട്ട് സച്ചിയെ പിടിക്കാൻ തുടങ്ങുമ്പോൾ സച്ചി പറഞ്ഞു, തൊട്ടു പോവരുത് തന്നെ, ദേ നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചത്. നിനക്ക് എന്നിട്ട് സമാധാനമായില്ലല്ലേ? ദേ നിനക്കറിയില്ല, ഇന്ന് ഞാൻ ആ ഫിനാൻസറുടെ കാലി പിടിക്കുന്ന അവസ്ഥ വരെ വന്നു. അതും എല്ലാത്തിനും കാരണക്കാരി നീ മാത്രമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കടി, ഇതിനു മുമ്പ് ഞാൻ എത്ര സന്തോഷമായിട്ടാണ് ജീവിച്ചത്. ആരും കെട്ടാനില്ലാതെ ഇവൻ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിച്ചു ഞാൻ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയുകയാണ്. രേവതി ആണെങ്കിലോ തൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവനും അടക്കി പിടിച്ച് ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്കാണെങ്കിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയും പറഞ്ഞു, വാ നമുക്ക് പോയേക്കാം, എന്തായാലും എൻ്റെ മോൾക്ക് ഞാൻ വേറെ ബദാം മിൽക്ക് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിക്ക് വേണ്ടി വേറെ മിൽക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ ഒരുവിധം നമ്മുടെ സച്ചിയെ റൂമിലേക്ക് കൊണ്ടുപോയി രേവതി. അങ്ങനെ അവനാണെങ്കിലോ അവിടെ തറയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അവളാണെങ്കിൽ ആ റൂമിലിരുന്ന് നല്ല സങ്കടത്തിലുമാണ്. നേരം വെളുത്തു. പിറ്റേ ദിവസം രാവിലെ ആകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി നിലത്താണല്ലോ കിടന്ന് ഉറങ്ങിയത്. അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു നോക്കുമ്പോഴത്തേക്കിനും, ദൈവമേ സമയം ഇത്ര ആയോ, ഓട്ടത്തിന് പോകേണ്ടതാണ്. അങ്ങനെ സച്ചി പതുക്കെ എഴുന്നേറ്റു. അതിനുശേഷം കുളിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് വന്നു. രേവതി വന്നിട്ട് അവിടെ ഒന്ന് നിന്നേ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ പിടിച്ച് നിർത്തി. സച്ചിയാണെങ്കിലോ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, അങ്ങനെ പറഞ്ഞു പോയാൽ പറ്റില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് അവനെ അവൾ ലോക്ക് ചെയ്യാണ്. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു, അതെ നിങ്ങൾ ഇന്നലെ കാണിച്ചു കൂട്ടിയത് എത്രമാത്രം അപമാനകരമാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്കറിയില്ല അല്ലേ? നിങ്ങൾക്ക് ബോധമില്ലല്ലോ. നിങ്ങൾ കുടിച്ച് ഇങ്ങനെ കൂത്താടി നടക്കുന്നു. പക്ഷേ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാ. നിങ്ങൾ രാവിലെ ജോലിക്കാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. വൈകുന്നേരം ഇതുപോലെ 4 കാലേ വന്ന് കയറിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സച്ചി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അതിനുശേഷം സച്ചി പറഞ്ഞു, അതെ
എല്ലാത്തിനും കാരണക്കാരി നീയാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങളീ പറയുന്നത്? നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വായിലിരിക്കുന്നതും അവരൊക്കെ കാണിക്കുന്നതും ചെയ്തു കൂട്ടുന്നതും ഒക്കെ അനുഭവിക്കുന്നത് ഈ ഞാൻ മാത്രമാണ്. അതൊന്നും ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുറ്റം പറയാനല്ലാതെ നിങ്ങൾ നല്ലത് പറയാൻ എപ്പോഴെങ്കിലും നിങ്ങൾ നാവ് പൊക്കിയിട്ടുണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുകയാണ്. അങ്ങനെ ഇവൾ ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പം സച്ചി പിന്നെ മിണ്ടാതെ ഇരുന്നു. അപ്പം നമ്മുടെ രവി ആണെങ്കിലോ പുറത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അച്ഛനും അതൊക്കെ അവൾ പറയുന്നത് ന്യായമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയോട് രേവതി വീണ്ടും പറഞ്ഞു, നിങ്ങൾ വേണേ കുടിച്ചിട്ട് വാ, വന്നിട്ട് എന്നോട് വഴക്കുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്ക്, പക്ഷേ അത് നമ്മുടെ റൂമിൽ മാത്രമായിരിക്കണം, അല്ലാതെ പബ്ലിക്കായിട്ട്, അതും കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം ആയിട്ടുള്ളൂ ശ്രുതി ഈ വീട്ടിൽ നിൽക്കുന്നത്. അവൾ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എത്ര എന്നെ എത്ര തരം താഴ്ത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ രേവതിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പം ശരി, ഞാൻ എന്തായാലും ഓട്ടത്തിന് പോകുന്നു, പോയിക്കോ എന്നുള്ള രീതിയിൽ രേവതി മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി പുറത്തേക്ക് ഇറങ്ങിയത് ചെന്നുപെട്ടത് തൻ്റെ അച്ഛൻ്റെ മുന്നിലാണ്. അച്ഛ, അത് ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുമ്പോഴത്തേക്കിനും രവി പറഞ്ഞു, എടാ, ഇത്രയും കാലവും വാ നിറച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് നീയാണ്. ഇപ്പം നിനക്ക് മിണ്ടാനായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലേ? രേവതി മോളാണെങ്കിലോ ആവശ്യത്തിന് മാത്രം സംസാരിച്ചിരുന്ന അവള് ഇപ്പൊ എല്ലാ കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു. അതിനൊക്കെ കാരണക്കാരൻ ആരാണ്? നീ മാത്രമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ കൊടുക്കുന്ന മര്യാദയല്ലേടാ അവൾക്ക് ഈ വീട്ടിൽ കിട്ടുന്നത്. നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അവള് രേവതിയെ ഒരു രീതിയിലും വിലമതിക്കുന്നേ ഇല്ല. നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ അറിഞ്ഞും കണ്ടും ചെയ്യണം സച്ചി. ഇനി ഒരിക്കലും ഈ ഒരു കോലത്തിൽ നിന്നെ ഈ വീട്ടിൽ കാണരുതെന്ന് അച്ഛനും പറയുകയാണ്. സച്ചി അങ്ങനെ വിഷമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി പാർലറിലെത്തി കൂട്ടുകാരിയോട് തലേ ദിവസം നടന്ന സകല സംഭവങ്ങളും വിശദീകരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, സച്ചിയുമായിട്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ ഒത്തുപോകാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മറ്റൊരു വീടെടുക്ക്, വേണമെങ്കിൽ നമ്മുടെ ആ ഫ്ലാറ്റ് തന്നെ എടുക്ക്, എനിക്ക് ഒരു റൂം മാത്രം മതിയല്ലോ. നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അല്ലാണ്ട് ഇവിടെ നിന്ന് നിനക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാവില്ല. സമാധാനമായിട്ട് ജീവിക്കാം, കൂട്ടുകുടുംബമായിട്ട് കഴിയാം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചു പോയ നിനക്ക് ഇപ്പം കിട്ടിയത് നല്ല മുട്ടം പണിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മീര ഇങ്ങനെ അവളെ കളിയാക്കുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, എടി, എത്രത്തോളം ഇതൊക്കെ മുന്നോട്ട് പോകുമെന്നൊന്ന് നോക്കട്ടെ. പിന്നെ ശ്രുതി എൻ്റെ സത്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ശ്രുതി പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിനു മുന്നേ അവനെ എൻ്റെ കൈപ്പിടിയിലാക്കണം. അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി പറഞ്ഞു, ഞാൻ ടെക്സ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്, നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയാലോ ശ്രുതി? നിനക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹമൊക്കെ ഞാൻ ഇന്ന് സാധിച്ചു തരാമെന്നും പറഞ്ഞു. അപ്പം ശ്രുതിക്കാണെങ്കിൽ ഇവളെ എങ്ങനെയും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം. അതുമാത്രമല്ല, പുതിയൊരു മോഡൽ വണ്ടിയാണ് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുക. പിന്നീടാണെങ്കിലും ശ്രുതിയെയും കൂട്ടി ശ്രുതി ഒരു ഗ്രൗണ്ട് ഫുള്ളും. അതിനിടക്ക് അവരുടെ ആ ഒരു റൊമാൻസും ശ്രുതിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.